പണ്ടേ അലമ്പ് തേടിയേ. നീയും അങ്ങനെ തന്നെ അടി. ഓടി അവിടുന്ന്. ഒന്ന് ചെലക്കാണ്ട് മര്യാദക്ക് നടക്കുന്നത്. ആന്റിമാരെ, ജാക്കി എവിടെയാ? ജാക്കി എവിടെയാ താമസിക്കുന്നത്? ആ കാണുന്ന കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി. ഈ റോഡിന്റെ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് വീട്. താങ്ക് യു വെരി മച്ച്. ഡബിൾ ആന്റി. ജാക്കി, ഓ ജാക്കി, രാവിലെ തന്നെ ഇവൻ ആർക്ക് ജാക്കി വെക്കാൻ പോയി. കുറച്ച് വിശ്രമിക്കാം, കുറച്ച് അങ്കിൾ ജാക്കിയുടെ ജാക്കിയാണല്ലേ? സോറി, ജാക്കിയുടെ ഡാഡിയാണല്ലേ? അല്ല. പിന്നെ ആരാണ് താങ്കൾ അങ്കിൾ? തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ജാക്കിയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ ബാക്കോ എന്നല്ല ചോദിച്ചത്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ജാക്കിയെ കാണാൻ വന്നതാണ്. തന്റെ പേരെന്താണ്? മിസ്റ്റർ ക്ലിന്റൺ. ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടാവും. അമേരിക്കയിലെ എല്ലാവരും അവരുടെ പ്രസിഡന്റിനെ എന്റെ പേരാണ് വിളിക്കുന്നത്. ഐ എം വെരി ഫേമസ്. ഞാൻ അതൊന്നും അല്ല കേട്ടിരിക്കുന്നത്. ഇവിടെ 2 വീടപ്പുറത്ത് ഇമ്പമ്പോ ക്ലിൻഡാവാട എന്ന് വിളിക്കാറുണ്ട്. അമ്പമ്പോ അതവരുടെ പട്ടികളുടെ പേരാ. എന്തരാണി? ഇൻസ്റ്റാൾമെന്റിൽ വെക്കാൻ വന്ന ആളല്ല, ജാക്കിയെ കാണാൻ വന്നതാ. ഇതാരാണ്? ജാക്കിയുടെ അപ്പന്റെ അമ്മയാ. ഓ, മദർ ഇന്ത്യ. വെൽക്കം പ്ലീസ്. വെൽക്കം. മതി. ജാക്കിയെ കാണണ്ടേ? യെസ്. നടക്ക്. ഹെൽപ്പ് പ്ലീസ്. എന്നും സഹായിക്കൂ, ഭാരം ചുമക്കൂ. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ശീലിക്കൂ. വെറുതെ ഇങ്ങനെ ഇരിക്കരുത്, പിത്തം വരും. അവൻ വരുമ്പോ വരട്ടെ, താൻ ബാഗ് കൂടെ വൈ. ഹായ് ജാക്കി. ഓ ക്ലിന്റൺ, അമ്മൂമ്മേ ഇതെന്റെ ഫ്രണ്ടാ പാപ്പച്ചനങ്ങള്. ഇദ്ദേഹം ബീച്ചിലെ വലിയ ഗൈഡാ. ഗൈഡ് ക്ലിന്റൺ. നമസ്കാരം. അപ്പൊ മറ്റേ വിശേഷം പറയ്. ഓ ജാക്കി, അങ്കിളെ മദർ ഇന്ത്യ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മുറിയുടെ ഓണർ അത്ര ശരിയല്ലെന്ന് ജാക്കിയോട് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഞാനിതാ ഉപേക്ഷിച്ചു, ഇങ്ങി പോന്നു. അതിനെന്തിന് മറ്റമ്മ ഇവിടെ താമസിച്ചൂടെ? താങ്ക് യു. ഇവിടെ താമസിക്കാനാ? പറ്റൂല. നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരുന്ന മുറി ഒഴിഞ്ഞു കിടക്കല്ലേ അമ്മൂമ്മേ? ഓ മദർ ഇന്ത്യ, ലണ്ടൻ അല്ല, ക്ലിന്റൺ. ഇവിടെ ഫാമിലിക്ക് ഇതുവരെ ആ മുറി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. ഒന്നാമത് പ്രായമായ പെണ്ണുങ്ങളുള്ള വീടാണ് ഇത്. ഇവിടെ ആരാ അമ്മൂമ്മേ പ്രായമായ പെണ്ണുങ്ങള്? എനക്ക് പ്രായമായില്ലേ? നിന്റെ അപ്പന്റെ കൂടെ പോയിരിക്കണ നിന്റെ അമ്മക്ക് പ്രായമായി. ഓ ഗ്രാൻഡ്മ, ഞാൻ ഒറ്റയ്ക്കല്ല മുറിയിൽ താമസിക്കാൻ പറഞ്ഞത്, കുടുംബവുമായിട്ടാണ്, വിത്ത് ഫാമിലി. ഫാമിലിയാ? മച്ചമ്മി ബാച്ചിലർ ആണെന്നല്ലേ പറഞ്ഞിരുന്നത്? ബാച്ചിലർ ആണെന്നല്ല, കല്യാണത്തിന് മുമ്പ് ബാച്ചിലർ ആയിരുന്നെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ എന്റെ വൈഫായിട്ട് വരാം, എന്നിട്ട് മുറി തന്നാ മതി. ആദ്യം പോയി വൈഫിനെ വിളിച്ചോണ്ട് വാ. പ്രോമിസ്. ബൈ. വരട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മലയാളികളായ സായിപ്പന്മാരെ, മദാമ്മമാരെ, ഐ ആം പ്രൗഡ്ലി ഇൻട്രോഡ്യൂസിംഗ് വേൾഡ് ഫേമസ് കൂളിംഗ് ഓപ്റ്റിക്കൽ. യു വാണ്ട് ദിസ്? Exporting and importing glasses. No. Please. അയ്യോ, അത് വേണമെങ്കിൽ ഇത് തരാം. ഇത് നോക്കാമല്ലോ. വേണ്ടേ? പ്ലീസ്. വണ്ടർഫുൾ. സഹോദരിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വെച്ചിടാം. Beautiful. 500 rupees. No, I pay you only 500 rupees. 50 rupees. അയ്യേ, 50 rupees. വെരി പൂവർ സായിപ്പ്. അയ്യോ, നഗ്ന നേത്രനായിരുന്നു വലിക്കല്ലേ സായിപ്പ്. പുറകെ വിളിക്കല്ലേ സായിപ്പേ, മദാമ്മയ്ക്ക് കൊടുത്തിട്ട് വരട്ടെ. ലോകഭാഷ മുഴുവൻ പറഞ്ഞിട്ടും കൈനീട്ടം വിറ്റില്ലല്ലോ. സൺഗ്ലാസ്. സഹോദരങ്ങളെ, നിങ്ങളുടെ മേനിയുടെ അഴക് മുഖത്തിന് വരണമെങ്കിൽ ഈ സൺഗ്ലാസ് വെക്കൂ. ഇതാ മദാമ്മ കന്നഡ. ഓ, മദാമ്മ എന്റെ കന്നഡയാണല്ലോ വെച്ചേക്കുന്നത്. ലിസൺ പ്ലീസ് ഡിയർ മലയാളികളായ കസ്റ്റമേഴ്സ്. ലാംഗ്വേജ് മനസ്സിലാവാത്തോണ്ട് ഒരാളും ഗ്ലാസ് വാങ്ങാതെ പോകരുത്. സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും പർദീസയായ ഈ ബീച്ചിന്റെ ഭംഗിയും അസ്തമയ സൂര്യന്റെ ശോഭയും ഒപ്പിയെടുക്കാൻ നിങ്ങളെ എന്റെ ഈ ഗ്ലാസുകൾ സഹായിക്കും, തീർച്ച. ഒപ്പം കരടുകളിൽ നിന്നും പൊടി പടലങ്ങളിൽ നിന്നും ചെറു പ്രാണികളിൽ നിന്നും നിങ്ങളുടെ കണ്ണിന് സുരക്ഷയും നാഡികൾക്ക് ഉത്തേജനവും മനസ്സിന് ഉദ്ധാരണവും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
സാറേ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും? അതൊക്കെ ഉണ്ടാവോ ഇനിയാ? അതെങ്ങനെ ഉണ്ടാവണം? ആദ്യം എന്റെ കണ്ണടയും വെച്ച് നിങ്ങൾ ബീച്ചിൽ നടക്കൂ. ലോകപ്രശസ്തരായ സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ ഇവരൊക്കെ ധരിക്കുന്നതും കൂളിംഗ് ഗ്ലാസ് തന്നെ. ഞാൻ നിങ്ങൾക്ക് തരുന്നതും കൂളിംഗ് ഗ്ലാസ് തന്നെ. നോക്കൂ, വണ്ടർഫുൾ. എന്റെ ഗ്ലാസ് കൊണ്ട് നിങ്ങളുടെ മുഖം പറഞ്ഞ ഭാഗം എത്ര മനോഹരമായിരിക്കുന്നു. ഇതിനെന്താ വില? 60,000 രൂപ മുതൽ 600 രൂപ വരെ വിലപിടിപ്പുള്ള ഗ്ലാസുകളാണ് ഞാനിപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 60 രൂപ വിലപേശാനും പരിഭവിക്കാനും നേരമില്ലാത്തോണ്ട് കൊടുക്കൂ സുഹൃത്തെ, കൊടുക്കൂ. എണ്ണി നോക്കണമെന്നില്ല, ഞാൻ എണ്ണിക്കൊള്ളാം. മാറി നിന്ന് എണ്ണുമ്പോൾ മാത്രമേ വ്യക്തമായ കണക്കുകൾ കിട്ടൂ. കാശില്ലെങ്കിൽ ഓസിന് കണ്ണട വെച്ച് ഷൈൻ ചെയ്യില്ലേ സുഹൃത്തെ? ഇതുപോലെ 4 ഗ്ലാസുകൾ വില കൊടുത്തു വാങ്ങിക്കുന്ന ആർക്കും 5-ാമതായി 6,800 രൂപ വിലപിടിപ്പുള്ള ഒരു സ്പെഷ്യൽ ഗ്ലാസ് വെറും 1,800 രൂപയ്ക്ക് നൽകുന്നതാണ്. അതിനെന്താ പ്രത്യേകത? അതിന് പ്രത്യേകത ഉണ്ട് സുഹൃത്തെ, അതിലൂടെ എല്ലാം കാണാം. അപ്പൊ ബാക്കിയുള്ളതിലൊന്നും കണ്ടൂടെ? ഇത് ബാക്കിയുള്ളത് പോലെ അല്ല, ഇതിലൂടെ നോക്കിയാൽ എല്ലാം കാണാം. സത്യം സത്യമായി കാണാം, സത്യത്തിന്റെ മുഖം കാണാം. വസ്ത്രത്തിന്റെ കനം പ്രശ്നമല്ല. ജാക്സൺ അല്ല, മൈക്കിൾ ജാക്സൺ എന്ന് മുഴുവൻ പേര് ചേർത്ത് വിളിക്കൂ സുഹൃത്തെ. മൈക്കിൾ ജാക്സൺ. അതെങ്ങനെയാടാ? നിന്റെ പേര് ജാക്സൺ എന്നും നിന്റെ അപ്പന്റെ പേര് മൈക്കിൾ എന്നും അല്ലേ? ആ. അപ്പൊ നീ ജാക്സൺ മൈക്കിൾ അല്ലേ? പേരിന്റെ കാര്യത്തിൽ എന്റെ അപ്പനും അപ്പന്റെ അപ്പനും പറ്റിയ ഒരു തെറ്റ് ഞാൻ തിരുത്തുന്നു. ഓഹോ. ലോക പ്രശസ്ത ക്ലാസിക് പാട്ടുകാരനായ മൈക്കിൾ ജാക്സന്റെ ആരാധകനായ ഞാൻ ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ. സ്വന്തം അപ്പനെ പറ്റിയൊരു തെറ്റ്. അതാണ് നീ. പക്ഷേ നീ ഡിംപിളിനെ കണ്ടോ? ഇന്നൊന്നും കണ്ടില്ല. ഇന്നലെ കണ്ടോ? കണ്ടു. എന്താ കാര്യം? കാണുകയാണെങ്കിൽ അവളോടൊരു കാര്യം പറയാനുള്ളത് പറയൂ. അത് എന്നോട് പറഞ്ഞാലും മതി. അല്ല, ഇത് അവളോട് പറയാനുള്ളതാണ്. കണ്ടാൽ ഞാൻ അന്വേഷിച്ചായിട്ട് പറയൂ. ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ? 4 സായിപ്പന്മാരെയും കൊണ്ട് പത്മനാഭസ്വാമി ടെമ്പിൾ വരെ അവരെ കൊണ്ട് കുളത്തിൽ താക്കരുത്. പോട്ടാ. സൺഗ്ലാസ്. ഇവൻ ആരുടെ സണ്ണാടേ? ബ്ലഡി ഫൂൾ. ബ്ലഡി ഇഡിയറ്റ്. എടുത്തേക്കടാ. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് ഡിംപിൾ മരിയ. സിമ്പിളിന് സിമ്പിൾ, അല്ലെങ്കിൽ ഡിംപിൾ. ഇനിയിപ്പോ തൊപ്പി മാത്രം മതിയല്ലോ. തനിക്ക് ഏത് തൊപ്പിയാ വേണ്ടത്? യൂറോപ്യൻ ഹാറ്റ്, ഇന്ത്യൻ ഹാറ്റ്, നീഗ്രോ ഹാറ്റ്, ഏത് വേണം? യൂറോപ്യൻ ഹാറ്റ്. അത് തന്നെ സ്വന്തം ആവശ്യത്തിനാ? അപ്പൊ പിന്നെ നീഗ്രോ ഹാറ്റ് മതി. ആതാണ്ട് ഇനിയിപ്പോ താൻ പഠിച്ച കാര്യങ്ങൾ 10 പേരോട് പറയണം. ഡിംപിൾ മരിയയ്ക്ക് തൊപ്പി മാത്രമേ കച്ചവടമുള്ളൂ. മനസ്സിലായോ? എന്നാ വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. ഹാറ്റ് വേണോ? ഹാറ്റ്. യൂറോപ്യൻ ഹാറ്റ്, ഇന്ത്യൻ ഹാറ്റ്, ട്രിവാൻഡ്രം ഹാറ്റ്, കൊല്ലം ഹാറ്റ്, ഇറ്റലി ഹാറ്റ്, മറിയ. ജർമ്മൻ ഓ ഹാറ്റ്. മറിയ, ഞാൻ തന്നെ എവിടെ അന്വേഷിച്ചു. എന്താ പ്രോബ്ലം? ഒരു ഉഗ്രം കോള്. വാടക കുറഞ്ഞ ഒരു വീട് വേണമെന്ന് താൻ എന്നോട് പറഞ്ഞില്ലേ? കിട്ടി. എങ്ങനെയുണ്ട്? പുറത്തു നോക്കിയാൽ ചെറുതെന്ന് തോന്നുന്നു, അകത്ത് കയറിയാൽ അത് വിശാലം. ഓ, അത് ശരി. തുണിക്കട. തുണിക്കടയല്ല, ഒരു വീടിനോട് ചേർന്നുള്ള ഒരു മുറി. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. എന്നാ നോക്കാം. പക്ഷെ ഒരു പ്രോബ്ലം, അവരത് ഫാമിലിക്ക് കൊടുക്കും. അത് സാരമില്ല. ഞങ്ങളെ തങ്കശ്ശേരിയിൽ അറിയപ്പെടുന്നതല്ല ഫാമിലിക്കാരാ. തന്റെ ഫാമിലിയല്ല ഡൂക്കിരികളുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്. ഇത് ആ ഫാമിലി അല്ല, ഭാര്യയും ഭർത്താവും ചേർന്ന കുടുംബ ഫാമിലി. അവർക്കേ അവരാ വീട് കൊടുക്കും. അതിന് ഭാര്യയും ഭർത്താവും തന്നെ ആവണം നിർബന്ധമുണ്ടോ? ആകണമെന്നില്ല, ആണെന്ന് പറഞ്ഞാലും മതി. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കാനും? എന്റെ കയ്യിൽ നിന്ന് ഒരെടുത്ത് ചാട്ടം ഉണ്ടാവില്ല. തന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു എടുത്തിഘട്ടം ഉണ്ടായാൽ തന്നെയും അത് തടുത്തു നിർത്താനുള്ള കൽപ്പനിക്കുണ്ടെന്ന് വെച്ചോ. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. പ്രശ്നം വേറെ ഉണ്ട്. ഇത് നടന്നു കഴിഞ്ഞാൽ എന്റെ പക്ഷത്ത് നേർത്തിയാട്ടം ഉണ്ടാകും. മാനമര്യാദ തൊപ്പി വിട്ട് നടക്കുന്ന പെമ്പിള്ളേരെ കൂടെ താമസിക്കാൻ വിളിക്കുന്നു. വേണ്ടി വന്നാൽ തൊപ്പി അടക്കം ഞാൻ കൊണ്ടു. നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? ഞാനാണ് മരിയയുടെ ലോക്കൽ ഗാർഡിയൻ. അതായത് മരിയയുടെ അപ്പൻ ഡിക്കോ. നിർത്തോ. ഇപ്പൊ താൻ വന്ന് എതിർത്തത് കൊണ്ട് മാത്രം ഞാൻ ഇയാളുടെ കൂടെ പോയി താമസിക്കാൻ പോവാ. ഈ വിവരം താൻ എന്റെ പപ്പായോട് പറഞ്ഞേക്കാം. താൻ നോക്കണം. ഡിസ്റ്റൻസ് ഓക്കേ. തൊപ്പി പോയി. ഹായ് മുത്തേ. മുത്തേ, ഇന്നതെന്റെ 2 പാത്രങ്ങൾ കുഞ്ഞാവേ? ഒന്ന് എന്റെ ഡാഡിച്ചനും, ഇതെന്റെ മാത്തനങ്ങളും. എന്തടി മുത്തേ മുണ്ടാത്തതേ? അമ്പടി കഴിമേ, അപ്പൊ ഞാൻ പോവാനാണ് നീ ടാറ്റ തന്നതേ. ഹായ്. എന്താ ജാക്കിയത്? ഇതെന്തൊരു കോലം കുഞ്ഞാവേ. കാലത്തെ കുളിച്ചില്ലേ? കുളിച്ചില്ല. എന്നും കാലത്തെ കുളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ രണ്ടുപേരും കെട്ടുകഴിഞ്ഞാ എന്നും കാലത്തെ കുളിച്ചില്ലെങ്കിലേ അപ്പ കാണാം. ഓ, അമ്മയാണ് നേര്. നീ കാലത്തെ കുളിക്കോടി? ഇല്ല. കൊരങ്ങ. ഇല്ലെങ്കിൽ ഇതുപോലെ കൊട്ടുമേടിക്കും. ഇതെന്ത് പണിയാ ജാക്കിയണ? അതിനെന്തര്? കിളിക്കല്ലേ?
പന്ന നാളികളെ ഞാൻ പറഞ്ഞു നീ ഒന്നും അനുസരിക്കില്ല. എവിടെയാ നിന്റെ മുതലാളി? ടൗണിൽ പോയിരിക്കുക. ഇപ്പൊ വരുന്നതാണോ? ഹോട്ടലിൽ ഇതിനെ എഴുതി വാങ്ങിത്തരും ഡോക്യുമെന്റ് എവിടെയാ? അത് ഇന്ന് മുതൽ ഈ ഹോട്ടലിൽ മുതലാളി ഈ നിൽക്കുന്ന പറയണം, മനസ്സിലായോ? ഇതാ ഡോക്യുമെന്റ്. ഹോട്ടലിൻ ഡോക്യുമെന്റ്സും മുതലാളി ഞങ്ങളെ കൊല്ലും. ഞാൻ ഈ പരാതി പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ് സാർ. ഒരായുസ് മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം മുടക്കിയാണ് സാർ ആ ഹോട്ടൽ ഞാൻ ലീസിനെടുത്തത്. ശരി, ഞാൻ അന്വേഷിക്കട്ടെ. ഈ ഇലക്ഷൻ കഴിഞ്ഞ് പ്രകടന പത്രികമാറുന്ന രാഷ്ട്രീയക്കാരെ പോലെ ഒരേ മുറിയിൽ താമസം ആരംഭിച്ചു കഴിഞ്ഞ് എന്നോട് എഗ്രിമെന്റ് പറഞ്ഞ എന്തെങ്കിലും പെരുമാറിയാൽ ഈ ഡിംപിൾ മറിയ കില്ലർ മറിയാവും. അണ്ടർസ്റ്റാൻഡ്? എന്റെ കർത്താവേ, പടക്കം കത്തിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടാണല്ലോ താമസിക്കാൻ പോണത്. എന്താ പറഞ്ഞേ? ഹേയ്, ഡിംപിളിന് എന്നെ അത്ര വിശ്വാസമില്ലെങ്കിലും സ്നേഹമുണ്ടെന്ന് പറയായിരുന്നു. ഞാൻ എങ്ങനെയെന്ന് ഒരു 10 മാസം കൊണ്ട് നിനക്ക് ബോധ്യമായിക്കൊള്ളൂ. 10 മാസോ? 10 മാസം തികയണമെന്നില്ല, അതിനു മുമ്പേ മനസ്സിലാവും. മനസ്സിലായില്ല. വികാരങ്ങളെ കടിഞ്ഞാണിടാനുള്ള എന്റെ അപാരമായ കഴിവ്. ആ കടിഞ്ഞാണെങ്ങാനും കൈവിട്ടാൽ താൻ രണ്ടിലെന്നറിയും പറഞ്ഞേക്കാം. ഓ എന്റെ വേളാങ്കണ്ണി മാതാവേ, വേണ്ടാത്തൊക്കെ തോന്നിച്ച് നീ എന്നെ ഈ കില്ലർ മറിയുടെ ഇരയാക്കരുതേ. ഡിംപിളെ, ഞാൻ ആ ഹോട്ടലിൽ കയറി നമ്മുടെ പുതിയ താമസ സ്ഥലത്തിന്റെ അഡ്രസ് കൊടുത്തിട്ട് വരാം. ഏതെങ്കിലും സായിപ്പിനോ മദാമയ്ക്കോ പെട്ടെന്ന് എന്റെ സേവനം ആവശ്യമായിട്ട് വന്നാലോ? അയ്യോ, ഇയാടെ പറച്ചിൽ കേട്ടാ പോതും താൻ വളരെ ബിസിയായ ഒരു ഗൈഡാണെന്ന്. വയറ്റിപ്പഴപ്പല്ലേ? ചെല്ലേ. അന്തസ്സുള്ള എന്നെ കുറിച്ചുള്ള എവിടെ പുച്ഛമാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. എസ് ഐ ചെല്ലപ്പൻ സാർ. സാർ, എല്ലാവരും കസ്റ്റഡിയിലുണ്ട് സാർ. സാർ, റഹ്മാൻ സാറുണ്ട് സാർ. സാർ, കമ്മീഷണർ അദ്ദേഹം സാർ, ASP ആണ് സാർ കസ്റ്റഡിയിൽ. ഓ സാർ, വിടാൻ സാർ. വിട്ടേക്കാം സാർ, അതാതെ ഇറക്കി വിട്ടേക്കാം. ആരോട് ചോദിച്ചാട്ടോ വില വിട്ടത്? കമ്മീഷണർ വിളിച്ചവരെ വിടാൻ പറഞ്ഞു. അവരുടെ പ്രശ്നം കോടതിയിൽ തീർത്തോട്ടെ. ഇയാളത് കോപ്പിൽ ഇടപാടെ കാണിച്ചേ. അങ്ങനെ ആയാലും കോടതി മാത്രം മതിയല്ലോ, പിന്നെ പോലീസ് സ്റ്റേഷനൊന്നും വേണ്ടല്ലോ. സാർ, തല്ലാണ് സാർ. സാർ എന്ത് പണിയായി കാണിച്ചേ? ആ ദാതയും കൂട്ടരെ കസ്റ്റഡി എടുത്തത് ഞാനാ. എന്നോട് ആലോചിക്കാൻ അവരെന്താ വിട്ടയച്ചത്? ഇതൊന്നും ശരിയല്ല സാർ. ഈ സബോർഡിനേറ്റ്സ് ഒരുമാതിരി മറ്റന്മാരാക്കരുത്. തനിക്കൊക്കെ നീതി ലഭിക്കണമെങ്കിലേ ആ കമ്മീഷണർ വീട്ടുപണിക്ക് പോയി തൂങ്ങിച്ചാകും.